എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൽ ചാപ്റ്റർ 17 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആധുനിക ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ എന്നാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ ആധുനിക ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരും അവർ ഏതൊക്കെ മേഖലയിൽ സംഭാവനകൾ നൽകിയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഗണിതശാസ്ത്രം. ശ്രീനിവാസ രാമാനുജനാണ് ഗണിതശാസ്ത്ര മേഖലയിൽ സംഭാവന നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. പിന്നീട് ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ചന്ദ്രശേഖരൻ വി രാമൻ അല്ലെങ്കിൽ CV രാമൻ എന്ന് പറയപ്പെടുന്നു. വേറൊരു വ്യക്തിയായിട്ട് വരുന്നത് ജഗദീഷ് ചന്ദ്ര ബോസ്, പിന്നീട് ഹോമി ജെ ഭാഭ. ഇവരെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രീനിവാസ രാമാനുജൻ ഗണിതശാസ്ത്ര പ്രതിഭകളിലെ ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീനിവാസ രാമാനുജന്. അദ്ദേഹം 1887 ഡിസംബർ 22-ാം തീയതി തമിഴ്നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഗണിതാഭിനിവേശം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കൂടുതലായിട്ടും സംഖ്യകളുടെ ലോകത്തേക്ക് വിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 13-ാം വയസ്സിൽ GS കാറിൻ്റെ ശുദ്ധഗണിതത്തിലെ പ്രാഥമിക ഫലസംഗ്രഹം എന്ന ഗ്രന്ഥം ഗണിതശാസ്ത്ര ലോകത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം കൂടുതലായിട്ടും തൻ്റെ ആശയങ്ങൾ വികസിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആശയങ്ങളും ഫലങ്ങളും അദ്ദേഹം കുറിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന 3 ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങളായി പിന്നീട് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇവ രാമാനുജൻ്റെ കുറിപ്പുകൾ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഗണിത പഠനത്തിൽ മുഴുകിയതിനാൽ അദ്ദേഹത്തിന് കോളേജ് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ വികസിപ്പിക്കുകയും ജേണൽ ഓഫ് ഇന്ത്യൻ ഗണിതശാസ്ത്ര സൊസൈറ്റി എന്ന പ്രസിദ്ധീകരണത്തിൽ ഈ ഒരു നിർദ്ധാരണങ്ങളും പ്രശ്നങ്ങളും സംബന്ധിയായിട്ടുള്ള ആശയങ്ങളുമൊക്കെ ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1911 ബർണോളി സംഖ്യകളെക്കുറിച്ചിട്ട് അദ്ദേഹം ഒരു പ്രബന്ധം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് ഒരു അംഗീകാരം നേടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ മദ്രാസ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനായിട്ട് വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം പിന്നീട് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ഒരു ഗുമസ്ത ജോലി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഗണിതശാസ്ത്ര പരിശീലനം ലഭിച്ച നിരവധി പേരെ പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടി. അപ്പം A.O. ഹാർഡിയുടെ അനന്യക്രമങ്ങൾ എന്ന ഗ്രന്ഥം വായിക്കുകയും അദ്ദേഹത്തിന് A.O. ഹാർഡിക്ക് നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ കത്തയക്കുകയും ചെയ്തു. ഈ ഒരു കത്തിൽ 120 സിദ്ധാന്തങ്ങളും സൂത്രവാക്യങ്ങളും രാമാനുജൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഹാർഡി രാമാനുജനിലെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ലണ്ടനിലേക്ക് ക്ഷണിക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പം വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നില്ലല്ലോ. അതായത് കോളേജ് പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല CV രാമൻ. പക്ഷെ അദ്ദേഹത്തിലെ പ്രതിഭയെ മനസ്സിലാക്കിയിട്ട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ പ്രവേശനം നേടാൻ ഇത് സഹായകമായി. 2 വർഷത്തിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ BSc ഡിഗ്രി കരസ്ഥമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. JE ലിറ്റിൽവുഡ് പിന്നെ ഹാർഡി എന്നിവരോടൊപ്പം തന്നെ ചേർന്ന് രാമാനുജൻ ലണ്ടനിൽ വെച്ച് ധാരാളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലെ ഫെലോഷിപ്പ് നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും ട്രിനിറ്റി കോളേജിൽ ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനുമായിട്ട് മാറാൻ ശ്രീനിവാസ രാമാനുജന് കഴിഞ്ഞു. 1917 അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് രോഗം ബാധിച്ചു. പിന്നെ 1919 ആകുമ്പോഴേക്കും ആ ഒരു ആരോഗ്യസ്ഥിതി വഷളാകുകയും 1920 അദ്ദേഹം മരണമടയുകയും ചെയ്തിട്ടുണ്ട്. ഗണിതശാസ്ത്ര മേഖലയിൽ നേട്ടം കൊയ്ത അദ്ദേഹത്തിൻ്റെ അസാമാന്യ ദിഷണാപാഠവും മഹത്തായ ഗണിതശാസ്ത്ര ആശയങ്ങൾ ഉറവിടവും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം നേടിക്കൊടുക്കുകയുണ്ടായി. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ചന്ദ്രശേഖരൻ വി രാമൻ അല്ലെങ്കിൽ CV രാമനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഭൗതികശാസ്ത്രത്തിലായിരുന്നു കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രം
ആയിരുന്നില്ല. ഒരു നല്ല സംഗീത സ്നേഹി കൂടിയായിരുന്നു. മനുഷ്യക്ഷേമവും മഹത്വവും ഉദ്ഘോഷിച്ച അസാമാന്യ പ്രതിഭാശാലിയും കൂടിയായിരുന്നു അദ്ദേഹം. 1930 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു അദ്ദേഹം. 1988 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് നോക്കുന്നതാണെങ്കിൽ ഗണിതശാസ്ത്ര ഭൗതികശാസ്ത്ര പ്രൊഫസറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സംഗീതം, സംസ്കൃത സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലയിൽ അദ്ദേഹം ആ ഒരു പരിതസ്ഥിതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു CV രാമന്. കൂടുതലായിട്ടുള്ള ഏകാഗ്രത കാര്യങ്ങളും അദ്ദേഹത്തിന് വരദാനമായിട്ട് തന്നെ ലഭിച്ചു എന്ന് നമുക്ക് പറയാം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു പ്രതിഭയായിരുന്നു. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ അദ്ദേഹം 19ാം വയസ്സിൽ കൽക്കത്തയിൽ ധനകാര്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട് ജനറലായിട്ട് നിയമിതനായി. പിന്നീട് അദ്ദേഹത്തിന് ശാസ്ത്രത്തോടുള്ള ഒരു അഭിനിവേശം കാരണം ഈ ഒരു ജോലി അദ്ദേഹം വേണ്ടാന്ന് വയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. കൊൽക്കത്തയിലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സയൻസ് കോളേജിൽ ഭൗതികശാസ്ത്ര പ്രൊഫസറായിട്ട് ജോലി സ്വീകരിച്ചു അദ്ദേഹം. സംഗീതത്തോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഭൗതികശാസ്ത്ര മേഖലയിൽ മാത്രമല്ല സംഗീതത്തോടും അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു. മൃദംഗ, തബലം, വയലിൻ, വീണ തുടങ്ങിയിട്ടുള്ള വാദ്യോപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു പോന്നു. 1921 ലണ്ടൻ റോയൽ സൊസൈറ്റിയിൽ തന്ത്രിവാദ്യ സിദ്ധാന്തം സംബന്ധിച്ച ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1924 ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പം ഒരു ഇത് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റിനെ കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയതാണ് രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു യാത്രാമധ്യേ സമുദ്രത്തിൻ്റെ നീല നിറം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വമ്പൻ തിരമാലകൾക്കിടയിലും ഈ ഒരു നീല നിറം എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന് കൂടുതലായിട്ട് അറിയാൻ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കുകയും ഈ ഒരു സംഭവം എന്താണെന്ന് പഠിക്കുകയും അതിനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നെ കൂടുതലും നിരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അവസാനം അദ്ദേഹം ലാസ്റ്റ് ഒരു കണ്ടെത്തലിലെത്തിയാണ് ജലതന്മാത്രകളിലുള്ള പ്രകാശ പ്രകീർണനം സംബന്ധിച്ച് ഒരു സുദീർഘമായിട്ടുള്ളൊരു പ്രബന്ധം തന്നെ അദ്ദേഹം തയ്യാറാക്കുകയുണ്ടായി. ഇത് ലണ്ടനിലെ റോയൽ സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഇത് കണ്ടെത്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കഴിവിനെ ഈ ഒരു ശാസ്ത്രലോകം മനസ്സിലാക്കുകയും ഈ അത്രയും വലിയ പ്രതിഭയാണ് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രാമൻ എഫക്റ്റ്. അപ്പം ഒരു രാമൻ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യ വസ്തുവിലൂടെ ഒരു ഏകവർണ്ണ പ്രകാശകിരണം കടന്നു പോകുമ്പോൾ ഇത് പ്രകീർണനം ചെയ്യുന്നു. അപ്പം ഈ ഒരു രാമൻ ഈ ഒരു കിടക്കുന്ന പ്രകാശത്തെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഏകവർണ്ണ പ്രകാശകിരണം കടന്നു പോകുമ്പോൾ അതിന് സമാന്തരമായിട്ട് തീവ്രത കുറഞ്ഞ 2 വർണ്ണ രേഖകൾ അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി. കടന്നു പോയിട്ടുള്ള പ്രകാശ ഏകവർണ്ണ കിരണമാണെങ്കിലും ചിതറിയ പ്രകാശം ഏകവർണ്ണമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയുണ്ടായി ആ ഒരു പരീക്ഷണത്തിലൂടെ. ഈ ഒരു പ്രതിഭാസത്തെയാണ് അദ്ദേഹം രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാമൻ പ്രഭാവമായിട്ട് മാറിയത്. ചിതറിയ ആ ഒരു വർണ്ണരേഖകളുണ്ടല്ലോ, അതിനെ രാമൻ ലൈനും എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു. പിന്നെ ഫോട്ടോൺ എന്ന കിരണങ്ങൾ നിർമ്മിതമാണ് പ്രകാശമെന്ന് ഈ ഒരു രാമൻ എഫക്റ്റ് തെളിയിക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ അതിബൃഹത്തായ ആത്മവിശ്വാസം വളർത്തിയ മഹാനായ ഒരു അധ്യാപകനും മാർഗദർശിയും കൂടിയായിരുന്നു ഡോക്ടർ രാമൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ജഗദീഷ് ചന്ദ്രബോസിനെ രാമൻ പ്രഭാവം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ഹോമി ജെ ഭാഭയെ കുറിച്ചിട്ടാണ്. ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത് ഒരു മഹാനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് ഹോമി ജെ ഭാഭ അറിയപ്പെടുന്നിരുന്നത്. ഇന്ത്യൻ്റെ ആണവ യുഗത്തിലേക്ക് നയിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഒരു പാഴ്സി കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം 1909 ഒക്ടോബർ 30 ആ ഒരു പാഴ്സി കുടുംബത്തിൽ ജനിക്കുകയുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുംബൈയിലായിരുന്നു.
കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം ക്ലാസ്സോടെ ബിരുദം നേടുകയുണ്ടായി. 1935 ഡോക്ടറേറ്റ് നേടുകയും അദ്ദേഹം ചെയ്തു. 1939 വരെ അദ്ദേഹം കോസ്മിക് വികിരണത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിലായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ CV രാമനെ കുറിച്ച്. അപ്പം അദ്ദേഹവും ഈ ഒരു ഹോമി ജെ ബാബയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അവർ ഒരു രാമൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് അദ്ദേഹം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ റീഡറായിട്ട് ജോലി സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ അദ്ദേഹം ഭൗതികശാസ്ത്ര പ്രൊഫസറാകുകയും ചെയ്തു. ഭൗതികശാസ്ത്രത്തിലെ ചില പുതിയ മേഖല കേന്ദ്രീകരിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആശയങ്ങൾ ഉടലെടുക്കുകയും അദ്ദേഹം ധീരമായുള്ള ഒരു തീരുമാനമെടുക്കുകയും ലോകത്തിലെ വലിയ ഒരു ആണവ ശക്തിയായി മാറ്റത്തക്ക രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മറ്റ് വിദേശീയ രാജ്യങ്ങളെ ഒട്ടും ആശ്രയിക്കാത്ത തരത്തിൽ വിദഗ്ധരായ വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോ വാർത്തെടുക്കണമെന്ന് അദ്ദേഹം കൂടുതലായിട്ട് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1945 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യ ആറ്റമിക് റിസർച്ച് സെൻറ്റർ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ ടോംബയിൽ സ്ഥാപിതമായി. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തീവ്ര ശ്രമത്തിൻ്റെയും ഫലമായിട്ട് ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടറായിട്ടുള്ള അപ്സര സ്ഥാപിതമായി. 1948 അദ്ദേഹം ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായി നിയമിക്കപ്പെട്ടു. പിന്നാണെങ്കിൽ അന്തർദേശീയ തലങ്ങളിലൊക്കെ ഈ ഒരു ആണവ ഗവേഷണങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ സ്വീകാര്യത അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലൊക്കെ ആണവ ശക്തിയുടെ സമാധാനപരമായിട്ടുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട അന്തർദേശീയ സമ്മേളനത്തിൻ്റെ ചെയർമാനായി അദ്ദേഹം സേവനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇത്രയും ഈ ഒരു മേഖലയിൽ നല്ല കഴിവ് അവരുടേതായ സംഭാവനകൾ നൽകിയത് കൊണ്ട് തന്നെ ഭാരതം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതിയായിട്ട് നൽകി ആദരിച്ചു. അപ്പോൾ 1966 ഒരു വിമാന അപകടത്തിലാണ് അദ്ദേഹം നിര്യാതനായത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. ആധുനിക ഇന്ത്യയിൽ ഒരു മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രപ്രതിഭ തന്നെയായിരുന്നു വിക്രം സാരാഭായും. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായിട്ടുള്ള ആര്യഭട്ടിയുടെ വിക്ഷേപണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ശില്പിയും ഇദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നടത്തിയിരുന്ന വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനം. പിന്നെ കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് ഡോക്ടർ CV രാമൻ്റെ കീഴിൽ പഠനം നടത്തുകയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. ബഹിരാകാശത്തു നിന്ന് വരുന്ന ഊർജ കണികകളുടെ പ്രവാഹമാണ് കോസ്മിക് കിരണങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കി. അപ്പം ഭൂമിയിലേക്ക് എത്തുമ്പോഴും ഈ ഒരു കിരണങ്ങളെ സൂര്യനും ഭൂമിയുടെ അന്തരീക്ഷവും കാന്തിക ശക്തിയും സ്വാധീനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഡോക്ടർ സാരാഭായ് ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. അദ്ദേഹം മഹാനായൊരു വ്യവസായി കൂടിയായിരുന്നു. സാരാഭായ് കെമിക്കൽസ്, സാരാഭായ് ഗ്ലാസ്, സാരാഭായ് നൈജിലിമി, സാരാഭായ് മെർക്ലിമി മുതലായിട്ടുള്ളവ അദ്ദേഹം സ്ഥാപിച്ച വ്യവസായങ്ങളാണ്. മിലിറ്ററി ഉപകരണങ്ങൾ, ആൻറ്റിബയോട്ടിക്കുകൾ, പെൻസിലിൻ എന്നിവയുടെ നിർമ്മാണ സ്ഥാപനങ്ങൾ തുടങ്ങുക വഴി ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ കഴിയുകയും ചെയ്തു. ഇത്തരം സാധനങ്ങൾ മുൻകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മുന്നേറ്റത്തോടു കൂടെ തന്നെ ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിക്കുകയും നമുക്കത് കൂടുതൽ രൂപ ലാഭിക്കാൻ കഴിയുകയും ചെയ്തു. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അഹമ്മദാബാദ് മണി അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇത്തരത്തിൽ നിരവധി വിജയകരമായിട്ടുള്ള സംരംഭങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് റിസർച്ച്, ആറ്റമിക് എനർജി കമ്മീഷൻ എന്നിവയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. ഡോക്ടർ സാരാഭായ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഉപഗ്രഹ വാർത്താവിനിമയത്തിലൂടെ ഗ്രാമീണ ജനങ്ങൾക്ക് ഏറ്റവും വിദ്യാഭ്യാസം നൽകുന്നതിനും അദ്ദേഹം ഓരോ ആസൂത്രണങ്ങളും ചെയ്യുകയുണ്ടായിരുന്നു.
1966 അദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചത്. ഇതൊരു മരണാനന്തര ബഹുമതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇത്രയും ആൾക്കാരെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും സയൻറ്റിസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.